എസ് പി ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ആയുഷ് അലോട്ട്മെന്റ് എന്നല്ലേ. എനിക്കൊന്ന് കുറെ മെസ്സേജുകൾ ഇന്നലെയൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ആയുഷ്, എങ്ങനെയാണ് ഇതിൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാന്ന് ചോദിച്ച ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് ആയുഷിനെ കുറിച്ച് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും സാറേ. കാരണം നീറ്റ് എഴുതി നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കുറേയൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും അവരുടെ സംശയങ്ങൾ എന്നുള്ളത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് അവരുടെ എല്ലാ ആയുഷിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് ആയുഷ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അതെ സാർ. ഇപ്പൊ സാർ ആയുഷ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഡോക്ടർ എന്ന് പറയുമ്പോൾ MBBS BDS കോഴ്സുകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്ര തന്നെ മികവുള്ള ചില കോഴ്സുകളും കൂടി ഉണ്ടല്ലോ. അത് ഒന്ന് നമ്മുടെ BAMS അഥവാ ആയുർവേദ, പിന്നെ നമ്മുടെ BHMS ഹോമിയോ, പിന്നെ BSMS സിദ്ധ, പിന്നെ നമ്മുടെ യുനാനി BUMS. ഈ കോഴ്സുകളിലേക്ക് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന, ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ആയുഷ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളിപ്പോൾ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് നടത്തുന്ന പോലെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റാണ് നമ്മൾ ആയുഷ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും നമ്മുടെ നീറ്റ് സ്കോറിൻ്റെ ബേസിസ് തന്നെയാണ് ആയുഷ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് അല്ലേ? തീർച്ചയായും നീറ്റ് സ്കോറിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആയുഷ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ആയുഷിന് ആയുർവേദ, ഹോമിയോക്ക് പ്രത്യേകമായിട്ടൊരു പ്രവേശന പരീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നീറ്റ് പരീക്ഷ എഴുതുന്നു, അതിൻ്റെ സ്കോർ നോക്കിയിട്ട് തന്നെയാണ് ഈ ആയുഷ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആൾറെഡി നീറ്റിൻ്റെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു. അത് MCC വെബ്സൈറ്റിലാണല്ലോ വരുന്നത്. തീർച്ചയായും. അപ്പോൾ ആയുഷ് അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഏത് വെബ്സൈറ്റിലായിരിക്കും എന്നുകൂടി അറിയാനുള്ള ഒരു ആഗ്രഹം അവരുള്ളിലുണ്ടാവും. അത് നമുക്ക് പറഞ്ഞു കൊടുക്കല്ലോ സാറേ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം MCCൻ്റെ വെബ്സൈറ്റിലാണ് നീറ്റിൻ്റെ അലോട്ട്മെന്റ് നടക്കുന്നത്. ഇപ്പോൾ ആയുഷ് അലോട്ട്മെന്റ് നടക്കുന്നത് സെപ്പറേറ്റ് വെബ്സൈറ്റിലാണ്. അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. www.acc.gov.in നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതിലാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഇതിൽ നമുക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് കാണാൻ പറ്റുക. ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം. സെപ്റ്റംബർ 2-ാം തീയതി വരെ പങ്കെടുക്കാം. സാർ, അപ്പോൾ നമ്മളിപ്പോൾ നീറ്റിൻ്റെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ. 4 റൗണ്ടുകളിലായിട്ടാണല്ലോ നീറ്റ് അലോട്ട്മെന്റ് നടക്കുന്നത്. അതെ. അതുപോലെ തന്നെ ആയുഷ് 4 റൗണ്ടുകളിലായിട്ടാണല്ലോ. തീർച്ചയായിട്ടും. ഏതൊക്കെയാണ് ഈ 4 റൗണ്ടുകൾ എന്ന് പറയുന്നത്? നമ്മുടെ സാധാരണ നീറ്റിന് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3. റൗണ്ട് 3 കഴിഞ്ഞാൽ 4ാമത്തെ റൗണ്ടിനാണ് സ്റ്റേ വേക്കൻസി റൗണ്ട് എന്ന് പറയുന്നത്. ഈ 3 റൗണ്ടുകളിൽ ഒഴിവ് വരുന്ന പല കാരണം കൊണ്ട് സീറ്റ് ഒഴിവ് വരാം. അതിലേക്ക് നടത്തുന്ന അവസാന റൗണ്ട് പ്രവേശനത്തിനാണ് സ്റ്റേ വേക്കൻസി റൗണ്ട്. സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. 4 റൗണ്ടിൽ തന്നെയാണ് ഈ ആയുഷ് അലോട്ട്മെന്റ് നടക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ സാറിപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ? ശരി, നല്ല രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. എത്രയാണ് വരുന്നത്? ഇതിലിപ്പോൾ രജിസ്ട്രേഷൻ ഫീസിന് മുമ്പായിട്ട് സാർ നമ്മുടെ ഇതിന്റെ വെബ്സൈറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. MCC വെബ്സൈറ്റ് അല്ല. www.acc.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ ഈ അലോട്ട്മെന്റ് നടക്കുന്നത്. അതിനെ കുട്ടികൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തരത്തിലുള്ള കോളേജുകളാണ്, 2 ടൈപ്പ് കോളേജുകളാണ് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് ഒന്ന് ഗവൺമെന്റ് കോളേജുകൾ, 2 ഡീംഡ് യൂണിവേഴ്സിറ്റി, നമ്മുടെ കൽപ്പിത സർവകലാശാല അഥവാ ഡീംഡ് യൂണിവേഴ്സിറ്റിയും കൂടി ഉണ്ട്. ഇതിൽ 2ന് സെപ്പറേറ്റ് ഫീസ് സ്ട്രക്ചറാണ് രജിസ്ട്രേഷന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു കുട്ടി ഗവൺമെന്റ് മേഖലയിലുള്ള കോളേജുകളിലേക്ക് മാത്രമാണ് അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജനറൽ വിഭാഗത്തിലൊരു കുട്ടിക്ക് 21,000 രൂപയാണ് ഫീസ് അടക്കേണ്ടി വരിക. പക്ഷെ അതിൽ 20,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ് തിരിച്ചു കിട്ടും. രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത് 1000 രൂപയാണ്. പക്ഷേ ഈ കുട്ടികൾ തുടക്കത്തിൽ എത്ര കാണണം? 21,000 രൂപ കാണും. SC/ST വിഭാഗങ്ങൾക്കാണെങ്കിൽ കുറവുണ്ട്. ജനറൽ OBC EWSന് ഇതേ ഫീസ് തന്നെയാണ്. പക്ഷേ സാർ, ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലേക്കാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ ഫീസ് അല്പം കൂടെ കൂടും. 55,000 രൂപ 55,000 ആണ് വരുന്നത്. അതിൽ 50,000 റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. 5,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ നീറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറച്ച് ഫീസ് അധികമാണ്. പക്ഷെ അത് റീഫണ്ട് ചെയ്യും. 21,000 രൂപയിൽ 20,000 രൂപ റീഫണ്ട് ചെയ്യപ്പെടും. 55,000 രൂപയിൽ 50,000 രൂപ റീഫണ്ട് ചെയ്യപ്പെടും. ഞാൻ ഈ പറഞ്ഞ ജനറൽ വിഭാഗത്തിന്റെ ഫീസാണ്. OBCക്കും EWSനും ഇതേ ഫീസ് തന്നെയാണ്. SC/ST വിഭാഗങ്ങൾക്ക് ചെറിയൊരു ഇളവുണ്ടാവും. ഓക്കെ. ഇപ്പം നിലവിൽ നമ്മുടെ നീറ്റ് എഴുതിയ മക്കളൊക്കെ നീറ്റ് കൗൺസിലിങ്ങിലും കേരള കൗൺസിലിങ്ങിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആയുഷ് അലോട്ട്മെന്റ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും സാർ. ഇപ്പോൾ സാധാരണ കുട്ടികൾക്ക് മുമ്പേയൊക്കെ നമുക്ക് സാറിന് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഒരു 5 years ബാക്കൊക്കെ അലോട്ട്മെന്റുകളൊക്കെ ഒന്നിച്ചാണ് നടത്തുന്നത്. ഇപ്പോഴും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ആയുഷ് അലോട്ട്മെന്റ് വരുന്നത്. ഒരു കുട്ടിക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ കോഴ്സുകൾക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട്
ഓൾ ഇന്ത്യ ലെവലിൽ 15% സീറ്റുകൾ, അതായത് രാജ്യത്ത് ഒരുപാട് ആയുർവേദ കോളേജുകളുണ്ട്, ഹോമിയോ കോളേജുകളുണ്ട്, ഇതിൽ 15% സീറ്റിലേക്ക് പ്രവേശനം നേടണമെങ്കിൽ അവർ നിർബന്ധമായും www.aacc.gov.in സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഈ ആയുഷ് കൗൺസിലിംഗുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ SP ആൾറെഡി ഇപ്പോൾ ആയുഷുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാകുക ഇതിൻ്റെ ഒരു അലോട്ട്മെന്റ് രീതിയും എങ്ങനെയാണ് അതിൻ്റെ ഏത് രീതിയിലാണ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രൊസീജിയർ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ നല്ലതായിരിക്കും. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സെപ്റ്റംബർ 2-ാം തീയതി വരെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുക. സെപ്റ്റംബർ 5-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. സെപ്റ്റംബർ 6 മുതൽ 11 വരെ നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാം. പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഒരു കുട്ടിക്ക് ഒരു ആയുർവേദ കോളേജിൽ കിട്ടി, ഇവിടെ പഞ്ചാബിലോ UP യിലോ ഹരിയാനയിലോ എവിടെയെങ്കിലും കിട്ടി. പക്ഷെ ആ കുട്ടി വിചാരിക്കണം എനിക്ക് ഈ കോളേജ് വേണ്ട എന്ന് കരുതുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഫ്രീ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാം, 2-ാം ഘട്ട അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ നല്ല കോളേജാണെങ്കിൽ ആ സമയത്ത് ജോയിൻ ചെയ്യുക. അതർവൈസ് കുട്ടി ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കോളേജ് അടുത്ത റൗണ്ടിൽ വേണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ഫ്രീ എക്സിറ്റ് ചെയ്യാം. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. സെക്കൻഡ് റൗണ്ടിൽ ഫ്രീ, ഇതിൽ ആയുഷിൽ സെക്കൻഡ് റൗണ്ടിലും കൂടി ഫ്രീ എക്സിറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നീറ്റിന് സാറ് പറഞ്ഞ കറക്റ്റാണ്. നീറ്റിന് സെക്കൻഡ് റൗണ്ടിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ആ കോളേജ് ജോയിൻ ചെയ്യണം. പക്ഷേ ഇതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയുഷിന് സെക്കൻഡ് റൗണ്ടിലും കൂടി ഒരു ഫ്രീ എക്സിറ്റ് ഉണ്ട്. ചില കണ്ടീഷൻസ് ഉണ്ട്, പക്ഷേ കുട്ടിക്ക് ഫ്രീ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ സാറേ, ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതിലൊരു പുതുതായിട്ടൊരു കോഴ്സ് കൂടി ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. B.Pharm ആയുർവേദ ഫാർമസി. സാധാരണഗതിയിൽ നമുക്ക് അലോപ്പതിക് മെഡിസിൻസിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണല്ലോ B.Pharmൽ ചെയ്യുന്നത്. B.Pharm ആയുർവേദ എന്നുള്ളൊരു കോഴ്സ് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അത് ഗുജറാത്തിലെ ജാംനഗർ, അതേപോലെ തന്നെ ജയ്പൂർ, രാജസ്ഥാനിലെ ജയ്പൂർ, ഈ 2 സ്ഥലങ്ങളിലുള്ള 2 പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം. കാരണം എനിക്കൊന്ന് ആ കോഴ്സിന് കുറച്ചും കൂടെ ഒരു ഡിമാൻഡ് ഉണ്ടാവും. അതിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. കാരണം പുതിയൊരു അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെ, കഴിഞ്ഞ വർഷം വരെ ഇല്ലാതിരുന്ന ഒരു കാര്യമായതുകൊണ്ട് പലരും അറിയാതെ പോകുന്ന ഒരു കാര്യമായിരുന്നു. അതെന്തായാലും നമ്മുടെ മക്കളെ ഓർമ്മപ്പെടുത്തി എന്തായാലും നന്നായി. പിന്നെ സാറേ, ഗുജറാത്ത്, രാജസ്ഥാൻ അവിടെയൊക്കെ പോയി പഠിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. അപ്പോൾ SP അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടിക്ക് കേരളത്തിലെ ആയുർവേദ ഹോമിയോ കോളേജുകളിൽ മാത്രം അഡ്മിഷൻ മതി. കേരളത്തിൽ മാത്രം പുറത്തു പോകാൻ താല്പര്യമില്ല, പല കാര്യങ്ങൾ കൊണ്ട് പുറത്തു പോകാൻ താല്പര്യമില്ലാത്ത ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ആയുഷ് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടതുണ്ടാവും. സാർ, ഇന്ന് നമ്മളെ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആയിരുന്നു. കാരണം ഇപ്പം കേരളത്തിലൊരു കുട്ടി, ആ കേരളത്തിലൊരു കുട്ടിക്ക് കേരളത്തിലെ ആയുർവേദ ഹോമിയോ കോളേജുകൾ മാത്രമേ വേണ്ടൂ. ആ കുട്ടിക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളത്. ആ കുട്ടിക്ക് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. അലോട്ട്മെന്റിൽ പങ്കെടുത്ത് കേരളത്തിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആയുർവേദ കോളേജ് ഉണ്ടാവും. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ആയുർവേദ കോളേജ് അല്ലെങ്കിൽ കണ്ണൂർ ആയുർവേദ കോളേജിൽ ഓപ്ഷൻസ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 15% സീറ്റുകളിലേക്ക് കുട്ടിക്ക് ഇതുവഴി പ്രവേശനം നേടാൻ കഴിയും. അതിനുശേഷം സെപ്റ്റംബർ ആദ്യ വാരത്തിൽ കേരളത്തിലെ ആയുർവേദ ഹോമിയോ അലോട്ട്മെന്റ് വരുന്നുണ്ട്. അതിലും കൂടെ കുട്ടിക്ക് പങ്കെടുക്കാം. ഈ സാർ പറഞ്ഞ പോലെ കുട്ടിക്ക് കേരളത്തിൻ്റെ പുറത്ത് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. പക്ഷേ കുട്ടി എന്ത് ചെയ്യണം, എവിടുത്തെ ഓപ്ഷൻ മാത്രം കൊടുക്കണം, കേരളത്തിലെ ഓപ്ഷൻസ് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ഈ കുട്ടി എന്ത് ചെയ്യണം, സെപ്റ്റംബർ ആദ്യ വാരത്തിൽ കേരളത്തിൽ നടക്കുന്ന ആയുർവേദ ഹോമിയോ, അതിന് നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കൂടെ വരും. ഇതിൽ സെൽഫ് ഫിനാൻസിങ് ഇല്ല, ഡീംഡ്. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കൂടെ ഓപ്ഷൻസ് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി നമുക്ക് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ BHMS, BAMS പോലുള്ള കോഴ്സുകൾക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്ന് അറിയാൻ നമ്മുടെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു എനിക്ക്. സാറേ, സ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ആയുർവേദൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആയുർവേദൻ്റെ സ്കോപ്പ് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ ആയുർവേദ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾ വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പ്രധാനമായും ഇപ്പോൾ ഒരു ആയുർവേദ BAMS കഴിഞ്ഞ ഒരു കുട്ടിക്ക് ആയുർവേദ ക്ലിനിക്കുകളുണ്ട്. പിന്നെ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന വലിയ വലിയ കമ്പനീസ് ഉണ്ട്. അതുമാത്രമല്ല, ഈ ആയുർവേദിക് റിസോർട്ട്, അത്തരത്തിൽ ഒരുപാട് ടൂറിസവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയതിൽ USA അതിൻ്റെ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ തന്നെയുണ്ട്. USA, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇവിടെ നിന്ന് ആയുർവേദ കോഴ്സ് കഴിഞ്ഞ് ചെറിയ ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വളരെ നല്ല കരിയറിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല സ്കോപ്പുള്ള ഒരു ഗ്രൂപ്പ് കോഴ്സുകൾ തന്നെയാണ്. പക്ഷേ കോഴ്സുകൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വ്യക്തമായ പ്ലാനിങ് കുട്ടികൾ നടത്തുകയും വേണം. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ പൊതുവേ കുട്ടികളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ MBBS, BDSൻ്റെ കൂടെ തന്നെ ഈ ആയുർവേദ ഹോമിയോക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ആയുഷിൽ പങ്കെടുത്ത ഓപ്ഷൻസ് കൊടുക്കട്ടെ. വിചാരിക്കുന്ന രീതിയിൽ നല്ല കോളേജുകൾ അവർക്ക് കിട്ടട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്.